ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പാലക് പനീർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ. അതിനുവേണ്ടി 200 ഗ്രാം പാലക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. 200 ഗ്രാം പനീർ, ഒരു സവാള, 3 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു കഷ്ണം ഇഞ്ചി. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഒരു നന്നായി പഴുത്ത തക്കാളി. അര ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും എടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീം, ആവശ്യത്തിന് ഉപ്പ്. ഒരു പാത്രത്തിൽ വെള്ളം നന്നായി തിളപ്പിക്കാം. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പാലക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് സമയം ഈ പാലക്ക് ആ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കൂടുതൽ സമയം തിളപ്പിക്കരുത്, പാലക്കിൻ്റെ കളറ് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ കറിക്കും കളർ ഉണ്ടാവില്ല. 2 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഈ തിളപ്പിച്ച പാലക്ക് ഒന്നുകിൽ ഒരു ബൗളിൽ തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇടുകയോ ഇല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് എടുത്തിട്ട് അതിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ പാലക്കിൻ്റെ കളറ് പിന്നെയും മങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായ ശേഷം എടുത്തു വെച്ചിട്ടുള്ള 1/2 ടീസ്പൂൺ ജീരകം അതിലിട്ട് കൊടുക്കുക. ജീരകം ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിലേക്ക് എടുത്തു വെച്ച തക്കാളി കൂടി ചേർക്കുക.
അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റുക. ഇത് ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാലക്ക് കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് അരച്ചെടുക്കുക. അതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഈ ഭാഗം ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തത് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇത് ഞാൻ പിന്നീട് റെക്കോർഡ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളെല്ലാം സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ളത് നോക്കിയിട്ട് ചെയ്യണം. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. അതിന് എരിവ് അധികം ഉണ്ടാവില്ല. നന്നായി ഒന്ന് ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
കറി നന്നായി ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളവരുന്നവരെ വയ്ക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഗരം മസാലയും ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. അതിലൊരു ക്യൂബ് പനീർ എടുത്ത് വയ്ക്കാം, നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പനീർ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. പനീറിന് അധികം വേവൊന്നുമില്ല. എൻ്റെ സ്റ്റൗവിന് ഒരു ചെറിയ ചെരിവുണ്ട്, അതുകൊണ്ട് പാത്രം ശരിക്കും നിൽക്കുന്നില്ല. നന്നായി ഇളക്കി നന്നായി ഒന്ന് തിള വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ക്യൂബ് പനീറില്ലേ, അത് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക് പനീർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.